വിശ്വാസികൾക്കെതിരെ സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ വിഭാഗം വിശ്വാസികൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന നിലപാടാണ് സർക്കാരിന് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല പ്രക്ഷോഭം തുടങ്ങിയത് ജാതി മേധാവിത്വം ഉള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. EMS അക്കാദമി സംഘടിപ്പിച്ച കേരള സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണം എന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടതുപക്ഷ ധ്രുവീകരണത്തിന് ശബരിമലയെ ഉപയോഗപ്പെടുത്തി ജാതിമത ശക്തികളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾക്ക് പിന്നിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടു. LDF സർക്കാർ വിശ്വാസികൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. വിശ്വാസികൾക്കെതിരെ ആരെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? CPIM-ന്റെ ശക്തി എടുത്ത് പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷം വിശ്വാസികളല്ലേ? അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണോ CPIM പോകുന്നത്? എല്ലാ വിശ്വാസികൾക്കും നമ്മുടെ നാട്ടിൽ പ്രവർത്തന സ്വാതന്ത്ര്യം വേണം എന്ന മട്ടിൽ ശക്തമായി ഇടപെടുന്ന നിലയാണല്ലോ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ശബരിമല വിധി സ്ത്രീകളുടെ അവകാശത്തിന്റെ വിധി കൂടിയാണ്. ഫ്യൂഡൽ മേധാവിത്വത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ശക്തമായ ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്ന 91 ഹൈക്കോടതി വിധി തെറ്റായിരുന്നുവെന്ന് സുപ്രീം കോടതി വിധിയോടെ ബോധ്യമായിരിക്കുകയാണ്. അന്നത്തെ വിധി ബോധപൂർവമുള്ളതായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 1991 വരെ ഈ പറഞ്ഞ പ്രശ്നമില്ലല്ലോ. ഈ 91 വരെ മാസാദ്യ പൂജക്കൊക്കെ സ്ത്രീകൾ അവിടെ എത്തിയിരുന്നല്ലോ. 91 ഒരു ജഡ്ജിയുടെ ഉത്തരവ് വരുന്നു. ആ ജഡ്ജി ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബോധപൂർവമാണ്. ശബരിമലയുടെ മറവിൽ ജാതിമത ശക്തികളെ ഒന്നിപ്പിക്കാനാണ് RSS സംഘപരിവാർ ലക്ഷ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശബരിമല കർമ്മസമിതിക്ക് NSS നൽകിയ പിന്തുണ ഇതിന് തെളിവാണ്. ഇന്ന് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ വിരുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ പേരിൽ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഈ വിഭാഗത്തിലെല്ലാമുള്ള ജാതിമത ശക്തികളെ ഏകോപിപ്പിക്കാനുള്ള ശക്തമായ നീക്കം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അമൃതാനന്ദമയി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ കർമ്മസമിതിയുടെ അയ്യപ്പ ഭക്തസംഗമത്തിൽ പങ്കെടുക്കുന്നത് എങ്ങനെയെന്നും കോടിയേരി ചോദിച്ചു. അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു മഠമാണ്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ അതേ അവസ്ഥ കേരളത്തിലും വന്നുചേരും. ഇത്തരം മഠങ്ങളാണ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ആത്മീയമായി പ്രവർത്തിക്കുന്ന ആൾ ദൈവങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതേ അവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനുള്ള ചുവടുവെപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശില്പശാലയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വിവിധ വിഷയങ്ങളിൽ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവ്, ഡോക്ടർ R ഗോപിനാഥ്, ഡോക്ടർ KP അരവിന്ദൻ, ഡോക്ടർ NK ജയകുമാർ, N സുകന്യ, ഡോക്ടർ KK ഗണേഷ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മകരമാസ പൂജകൾക്ക് ശേഷം ശബരിമല നട അടച്ചു. ഗണപതി ഹോമം കഴിഞ്ഞ് ദർശനം പൂർത്തിയാക്കി രാജപ്രതിനിധി 18ാം പടി ഇറങ്ങിയതോടെയാണ് മകരമാസ പൂജകൾക്ക് സമാപനമായത്. ഇനി കുംഭമാസ പൂജകൾക്കായി അടുത്ത മാസം നട തുറക്കും. മണ്ഡല മകരവിളക്കുത്സവം അവസാനിച്ച് മകരമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നലെ രാത്രി ഹരിവരാസനം പാടി നടയടച്ചതോടെ ഭക്തർക്കുള്ള ദർശനം അവസാനിച്ചിരുന്നു. തുടർന്ന് ഇന്നു പുലർച്ചെ നട തുറന്ന് ഭസ്മാഭിഷേകം നടത്തി അയ്യപ്പനെ യോഗദണ്ഡം ധരിപ്പിച്ച പന്തളം രാജപ്രതിനിധിക്ക് ദർശനം നൽകി. ശേഷം മേൽശാന്തി ക്ഷേത്രത്തിന്റെ നടയടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ പന്തളം രാജകുടുംബാംഗത്തിനെ ഏൽപ്പിച്ചു. തുടർന്ന് 18ാം പടി ഇറങ്ങിയ രാജാവ് ഇനിയുള്ള ഒരു വർഷത്തേക്ക് പൂജയ്ക്കുള്ള ചിലവിനായി കിഴിപ്പണവും താക്കോലും ദേവസ്വം മാനേജരെ ഏൽപ്പിച്ചു. പിന്നീട് തിരുവാഭരണവുമായി മലയിറങ്ങി. നിലവിലെ ശബരിമല മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി MN നാരായണൻ നമ്പൂതിരിയും പുറപ്പെടാ ശാന്തിമാരായി ഇനിയുള്ള ഒരു വർഷം മലയിൽ തന്നെയുണ്ടാകും. ശരണമന്ത്രങ്ങൾ ഉയർന്നു കേൾക്കേണ്ട അയ്യപ്പ സന്നിധിയിൽ ഈ മണ്ഡലകാലത്ത് ഉയർന്നു കേട്ടത് പ്രതിഷേധങ്ങളും കൊലവിളികളുമായിരുന്നു. സന്നിധാനവും പമ്പയും കാനനപാതകളുമെല്ലാം അതിരുവിട്ട ആക്രമണങ്ങൾക്ക് സാക്ഷിയായി. സുപ്രീം കോടതി വിധിയനുസരിച്ച് മല കയറാനെത്തിയ യുവതികൾക്ക് പലവട്ടം ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങേണ്ടി വന്നു. സംഘമായെത്തിയവരും ഒറ്റയ്ക്കെത്തിയ യുവതികളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പോലീസിന്റെ കർശന നിയന്ത്രണത്തിലായിരുന്നു തീർത്ഥാടന കാലം. ശബരിമലയ്ക്ക് അന്യമായിരുന്ന സായുധ പോലീസ് സേന സംഘപരിവാറുകാരുടെ ആക്രമണങ്ങൾ കാരണം തീർത്ഥാടന കാലത്തിന്റെ ഒടുക്കം വരെ നിലകൊള്ളേണ്ടി വന്നു. എന്തായാലും ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയം വളർത്താൻ ശ്രമിച്ചവരെ ജനങ്ങളും ഭക്തരും തിരിച്ചറിഞ്ഞു എന്നതിൽ സംശയമില്ല. ടീം പീപ്പിളിനൊപ്പം റിനു ശ്രീധർ, സന്നിധാനം.
ശബരിമലയിൽ യുവതീ ദർശനത്തിന് പിന്നാലെ ശുദ്ധിക്രിയ നടത്തിയതിന് തന്ത്രിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ദർശനം നടത്തിയ യുവതികളിൽ ഒരാൾ ദളിത് ആയതിനാൽ ശുദ്ധിക്രിയ ഐത്താചാരം ആയി കണക്കാക്കും എന്ന് കമ്മീഷൻ അംഗം എസ് അജയകുമാർ പറഞ്ഞു. ഈ മാസം 17-ന് ഹാജരാകാൻ തന്ത്രിക്ക് നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നോട്ടീസ് നൽകുന്നത്. ഭരണഘടനയ്ക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും മുകളിലല്ല തന്ത്രിയെന്നും അജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ശബരിമല യുവതീ പ്രവേശ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് പന്തളം കൊട്ടാര പ്രതിനിധി ശശികുമാര വർമ്മ. പ്രശ്നം പരിഹാരത്തിനായി സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ മണ്ഡലകാലത്തുണ്ടായ വിഷയങ്ങൾ ഇനി ഉണ്ടാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പങ്കാളിത്തം കുറഞ്ഞതിന്റെ പേരിൽ ദില്ലിയിൽ ഓൾ ഇന്ത്യ ശബരിമല ആക്ഷൻ കൗൺസിലും CSIAസും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പിന്മാറി. ശബരിമല ആചാര സംരക്ഷണത്തിനായി സംഘടിപ്പിച്ച പരിപാടി തുടങ്ങേണ്ട സമയമായിട്ടും ആളുകൾ എത്താതിരുന്നതോടെയായിരുന്നു പിന്മാറ്റം. ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനായി പൗരന്മാർ ഒത്തുചേരുന്നു എന്ന് പേരിട്ട് ഓൾ ഇന്ത്യ ശബരിമല ആക്ഷൻ കൗൺസിലും CSISും സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയായിരുന്നു മുഖ്യാതിഥി. ഇന്നലെ വൈകിട്ട് 5 മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചത്. പരിപാടി തുടങ്ങാൻ സമയമായിട്ടും കാര്യമായ ജനപങ്കാളിത്തമില്ലെന്ന് മനസ്സിലാക്കിയ സ്മൃതി ഇറാനി പരിപാടിയിൽ നിന്ന് ഉടൻ പിന്മാറുകയായിരുന്നു. ദില്ലിയിലെ തീൻമൂർത്തി നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് പുറമെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്മൃതി ഇറാനിയുടെ പേര് വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക പ്രചരണം നടത്തിയിട്ടും ആളുകൾ പരിപാടിയെ തിരിഞ്ഞു നോക്കിയില്ല. ഏതായാലും ഓഡിറ്റോറിയത്തിലെ ചെറു ആൾക്കൂട്ടത്തിന്റെയും ഒഴിഞ്ഞ കസേരകളുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടതോടെ സംഘാടകർ നാണം കെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ ഹിന്ദുത്വ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് RSS നടത്തുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അമൃതാനന്ദമയി ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തി സംഗമം നടത്താനാണ് RSS നീക്കം. RSSന്റെ രഹസ്യ അജണ്ടകളിൽ ഇത്തരക്കാർ വീഴരുത് എന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും ഇത് നൽകുകയെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ E. ബാലാനന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. ശക്തമായ ഒരു ഹിന്ദുത്വ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള നീക്കം കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന് RSSന് അനുവദിക്കാൻ സാധിക്കുന്ന സമുദായ സംഘടനകളെ മറ്റു രംഗത്തിറക്കുന്നുണ്ട്. അമൃതാനന്ദമയ്യെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സംഗമം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃതാനന്ദമയ്യുടെ വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരുമായ വളരെയധികം ആളുകൾ, വിശ്വാസ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ല, സാധാരണക്കാരായ ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും വിശ്വസിക്കുന്ന അമൃതാനന്ദമയി ഒരു രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി RSS വെച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് തെറ്റായ സന്ദേശം കൊടുക്കും. അത്തരം സമീപനം അമൃതാനന്ദമയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കരുതിക്കൊണ്ട് വിശ്വാസികളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങളെ ഫലപ്രദമായി കണ്ട് ഇടപെടാൻ നമുക്ക് സാധിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ആഭാസ സമരത്തിന് ഗത്യന്തരമില്ലാതെ തിരശ്ശീല. സെക്രട്ടേറിയറ്റ് പടിക്കൽ BJP അധ്യക്ഷൻ ഗാന്ധിയൻ ഗോപിനാഥൻ പിള്ള കൃഷ്ണദാസിന് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു. കണ്ണിൽ പൊടിയിടാൻ അടുത്ത ഘട്ട സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് BJP. ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, എന്താണ് അടുത്ത ഘട്ട സമരത്തെക്കുറിച്ചുള്ള BJPയുടെ നിലപാട്? ശബരിമല വിഷയം ഉയർത്തി BJP കഴിഞ്ഞ 49 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തി വന്ന നിരാഹാര സമരമാണ് വിരലെണ്ണാവുന്ന പ്രവർത്തകരെ സാക്ഷിയാക്കിക്കൊണ്ട് സമാപിക്കേണ്ടി വന്നത്. കൃഷ്ണദാസിന് നാരങ്ങാനീര് നൽകി ഗാന്ധിയൻ നെയ്യാറ്റിൻകര ഗോപിനാഥൻ നായരാണ് സമരം അവസാനിപ്പിച്ചത്. മുദ്രാവാക്യമോ വലിയ കയ്യടികളോ ഒന്നും തന്നെ ഉണ്ടായില്ല. പ്രവർത്തകർ കടുത്ത നിരാശരായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തത കൂടിയായി ഈ ചടങ്ങ് നടക്കുന്ന ഘട്ടം. ശബരിമല വിഷയം ഒരു രാഷ്ട്രീയ സുവർണാവസരമാക്കാനുള്ള BJP സംസ്ഥാന നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് അധ്യക്ഷൻ ശ്രീധരൻപിള്ളയുടെ മുഖത്തിനേറ്റ തിരിച്ചടി കൂടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവങ്ങളെ വിലയിരുത്തുന്നത്. എന്തായാലും പരാജയം മറച്ചുവെക്കുന്നതിന് വേണ്ടി ശ്രീധരൻപിള്ള പുതിയ ഒരു സമരപ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. സമരത്തിന്റെ 6ാം ഘട്ടമായി ജനസമ്പർക്ക യജ്ഞ സമരം എന്നാണ് ശ്രീധരൻപിള്ള ഇത് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 5 ഘട്ടങ്ങൾ ഏതാണ് എന്ന് പ്രവർത്തകർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് 6ാം ഘട്ട സമര പ്രഖ്യാപനം
ഉണ്ടാകുന്നത് എന്നതും ഏറെ കൗതുകമാണ്. പ്രധാനമായും കുംഭമാസത്തിൽ ശബരിമല ക്ഷേത്രം തുറക്കുമ്പോൾ വീണ്ടും ഇവിടെ സമരഭൂമിയാക്കാനുള്ള തീരുമാനമാണ് BJP സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. എന്തായാലും ഓരോ ദിവസം കഴിയും തോറും കേരള സമൂഹത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ BJP നടത്തുന്ന വ്യാജ പ്രചരണങ്ങളും വ്യാജ പോയ്മുഖങ്ങൾ എല്ലാം തന്നെ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ കാണാൻ കഴിയും. ശരി, ലെസ്ലി ജോണാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഒരിടവേള. സിറോ മലബാർ സഭ സിനഡ് തീരുമാനങ്ങൾ അടങ്ങിയ സർക്കുലർ കത്തിച്ച് പ്രതിഷേധം. കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ബിഷപ്പ് ഹൌസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. വൈദികർക്കും ആൽമായർക്കും സന്യസ്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് സിനഡ് വിലക്ക് ഏർപ്പെടുത്തി എന്നാരോപിച്ചാണ് സർക്കുലർ കത്തിച്ചത്. ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല, ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല. സീറോ മലബാർ സഭയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വൈദികർക്കും കന്യാസ്ത്രീകൾക്കും മുന്നറിയിപ്പുമായി സിനഡ് രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി വൈദികർക്കും സന്യസ്തർക്കും കൂച്ചുവിലങ്ങിടുന്ന മാർഗരേഖ തയ്യാറാക്കാൻ സിനഡ് തീരുമാനിച്ചിരുന്നു. സമീപകാലത്തെ സമരങ്ങളും പ്രതിഷേധങ്ങളും അച്ചടക്കത്തിന്റെ സകല സീമകളും ലംഘിച്ചുവെന്നും ചില വൈദികരും സന്യസ്തരും സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെ കയ്യിലെ പാവകളായി മാറിയെന്നും സിനഡ് വിലയിരുത്തിയിരുന്നു. അച്ചടക്ക ലംഘനം നടത്തുന്നവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും സിനഡ് തീരുമാനിച്ചിരുന്നു. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കെതിരെയും സിനഡിന്റെ താക്കീതുണ്ടായിരുന്നു. ഈ തീരുമാനങ്ങൾ വിശദീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് പള്ളികളിൽ വായിക്കുന്നതിനായി ഇടയലേഖനം പുറത്തിറക്കിയത്. ഇതിനെതിരെ സർക്കുലർ കത്തിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചത്. ക്രിസ്തുവിന്റെ ആദർശങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളും അനുസരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർക്കെതിരെ ഇത്തരം ഭീഷണിയുടെ സ്വരത്തിലുള്ള സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതായത് അവർക്ക് വേണ്ടത് ഈ മഠങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ അച്ഛന്മാരാണെങ്കിലും ഇവരുടെ തെറ്റായ നടപടികൾക്കെതിരെ, അതായത് ഇപ്പോൾ ക്രിസ്തുദേവന്റെ ആശയങ്ങൾക്ക് അപ്പുറമായി ഏകദേശം ഒരു സ്വത്തുണ്ടാക്കുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയായി കത്തോലിക്ക സഭ നിലകൊള്ളുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിലായിരുന്നു കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാരാമൺ കൺവെൻഷനിൽ സ്ത്രീകൾക്കിനി പൂർണ്ണ പങ്കാളിത്തം. കൺവെൻഷനിലെ എല്ലാ യോഗങ്ങളിലും സ്ത്രീകൾക്ക് പങ്കെടുക്കാം. സ്ത്രീകളെ പങ്കെടുപ്പിക്കാനായി രാത്രി യോഗങ്ങൾ ഒഴിവാക്കി. 124ാമത് മാരാമൺ കൺവെൻഷന്റെ രാത്രിയോഗങ്ങളിലെ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയാണ് സഭാധ്യക്ഷൻ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. കൺവെൻഷന്റെ രാത്രിയോഗങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ ധ്രുവങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് സമയക്രമത്തിലുണ്ടായ ഈ മാറ്റം. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമോ മെത്രാപ്പൊലീത്ത പള്ളികളിൽ വായിക്കാൻ അയച്ച സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പമ്പ മണൽപ്പുറത്ത് ഫെബ്രുവരി 10 മുതൽ 17 വരെയാണ് ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഈ വർഷം മുതൽ വൈകുന്നേരം 5-ന് യോഗം ആരംഭിച്ച് 6:30 അവസാനിക്കും വിധമാണ് സായാഹ്ന യോഗങ്ങൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 6:30 ആരംഭിക്കുന്ന രാത്രിയോഗം 8:30 വരെ നീണ്ടുനിന്നിരുന്നു. മാരാമൺ കൺവെൻഷന്റെ രാത്രിയോഗങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ വർഷം ഉയർന്നു വന്നിരുന്നു. പക്ഷേ സഭ ഇക്കാര്യം അംഗീകരിച്ചിരുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക മേഖലകളിലെ നിലവിലെ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ കൺവെൻഷൻ ആഴ്ചയിലെ പ്രോഗ്രാം എപ്പിസ്കോപ്പൽ സിനഡിലെ അംഗങ്ങളോടും ഇക്കാര്യങ്ങൾ ആലോചിച്ചാണ് പുനഃക്രമീകരണം നടത്തിയത്. എല്ലാ ദിവസവും രാവിലെ പൊതുയോഗം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയും ഉച്ച കഴിഞ്ഞുള്ള പൊതുയോഗം 2-നും ആരംഭിച്ച് 3:30 അവസാനിക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പന്തലിൽ നടന്നു വന്നിരുന്ന യുവവേദി യോഗങ്ങളും തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലെ കുടുംബവേദി യോഗങ്ങളും വൈകുന്നേരം 4 മുതൽ 5 വരെ കോഴഞ്ചേരി മാർത്തോമ പള്ളിയിലേക്കും മാറ്റിയിട്ടുണ്ട്. സായാഹ്ന യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ പന്തലിനുള്ളിൽ പ്രവേശിച്ച് യോഗത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചെറുകൂട്ടങ്ങളായി മണൽപ്പുറത്ത് കൂടിയിരിക്കാൻ അനുവദിക്കുന്നതല്ല എന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത മാസം 28-ന് മുൻപായി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണം എന്നാവശ്യപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നൽകി. മാർച്ച് 2-ാം വാരം പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുന്ന ഉത്തരവാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനു മുമ്പുള്ള ആദ്യ നടപടികളിലൊന്നാണ് ഉദ്യോഗസ്ഥരെ ക്രമീകരിക്കൽ. സ്ഥലം മാറ്റിയ ശേഷം മാർച്ച് ആദ്യവാരം അന്തിമ റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ ആവശ്യപ്പെടുന്നു. ഒരേ സ്ഥലത്ത് 3 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും മാറ്റണം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, ബ്ലോക്ക് വികസന ഓഫീസർമാർ തുടങ്ങിയവരുൾപ്പെടെയുള്ളവർ ഉത്തരവിന്റെ അധികാര പരിധിയിൽ വരും.
ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കുന്നത് കമ്മീഷൻ തടഞ്ഞിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം സംസ്ഥാനങ്ങളുടെ കാലാവധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പൂർത്തിയാവുക. മാർച്ച് 2ാം വാരം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലെ സൂചന. കഴിഞ്ഞ തവണ 9 ഘട്ടമായി നടത്തിയ പൊതുതെരഞ്ഞെടുപ്പ് ഇത്തവണ 7 തവണയായി ചുരുങ്ങാനും സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ സർവീസുകൾക്കായി സർക്കാർ ശക്തമായ സമ്മർദ്ദം ചെലുത്തി വരികയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര അനുമതികൾ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ശ്രമങ്ങൾ തുടരുകയാണെന്നും കിയാൽ ഓഹരി ഉടമകളിലൂടെ വാർഷിക യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. കിയാൽ ഓഹരി ഉടമകളുടെ 9ാമത് വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കിയാൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ളതുമായ സംവിധാനങ്ങളാണ് കണ്ണൂരിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കണ്ണൂരിന്റെ സാധ്യതകൾ മുഴുവനായി ഉപയോഗിക്കാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ ആഭ്യന്തര സർവീസുകളും ആരംഭിക്കണം. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓഹരി ഉടമകളുടെ യോഗത്തിൽ മന്ത്രിമാരായ EP ജയരാജൻ, E ചന്ദ്രശേഖരൻ, KK ശൈലജ ടീച്ചർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, കിയാൽ MD V തുളസിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കിയാലിന്റെ ഓഹരി മൂലധനം 1500 കോടിയിൽ നിന്ന് 3500 കോടി രൂപയാക്കി ഉയർത്താനുള്ള പ്രമേയം പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണ നേടിയാണ് കേരളത്തിൽ ഇടതുപക്ഷം എല്ലാ കാലത്തും അധികാരത്തിൽ വന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. NREG വർക്കേഴ്സ് യൂണിയൻ പ്രഥമ സംസ്ഥാന സമ്മേളനം കൊല്ലം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരാണ്. വിശ്വാസി അവിശ്വാസി ചേരിതിരിവുണ്ടാക്കി ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്താമെന്ന് കരുതരുത്. തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ഹിന്ദു സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ കേന്ദ്ര സർക്കാർ 200 തൊഴിൽ ദിനങ്ങൾ നൽകാൻ തയ്യാറാകണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളത്തിലുള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. വിശ്വാസികളിൽ മഹാഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരുമാണ്, ഇടതുപക്ഷക്കാരുമാണ്. അതുകൊണ്ട് വിശ്വാസി അവിശ്വാസി എന്നൊരു ചേരിതിരിവുണ്ടാക്കി ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്താം എന്ന് അവർ കരുതരുത്. കാർഷിക മേഖലയിലുള്ള എല്ലാ തൊഴിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം പ്രതിവർഷം 200 ദിവസമെങ്കിലുമാക്കി വർദ്ധിപ്പിക്കാൻ സാധിക്കും. BJP സർക്കാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നു. പദ്ധതിക്ക് കാലാനുസൃതമായ വർധനവ് കേന്ദ്ര ബജറ്റിൽ ഇല്ല. കോർപ്പറേറ്റുകൾക്ക് ആപത്താണെന്ന് കണ്ടതുകൊണ്ടാണ് പദ്ധതി തകർക്കാൻ BJP ശ്രമിക്കുന്നത്. കാർഷിക മേഖലയിലുള്ളവരെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. NREG വർക്കേഴ്സ് യൂണിയൻ CATU സംസ്ഥാന പ്രസിഡന്റ് S രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രവാസികൾക്ക് യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രവാസികളെ ഉൾപ്പെടുത്തിയുള്ള നിക്ഷേപത്തിന് സർക്കാർ ആലോചിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2 ദിവസമായി കോഴിക്കോട് നടന്ന കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനം പൊതുസമ്മേളനത്തോടെയാണ് സമാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടാഗോർ ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ അഭിവൃദ്ധിക്ക് പ്രവാസികളെ എങ്ങനെ പങ്കാളികളാക്കാം എന്നതിൽ നിന്നാണ് ലോക കേരള സഭ രൂപീകൃതമായതെന്ന് പിണറായി പറഞ്ഞു. എംബസികൾ പ്രവാസികളുടെ കുടുംബ വീടായി മാറേണ്ടതാണ്. എന്നാൽ പലപ്പോഴും അതുണ്ടാകുന്നില്ല. ഇതിൽ കേന്ദ്ര സർക്കാരിന് പുനർചിന്തന ഉണ്ടാകേണ്ടതുണ്ട്. എയർ ഇന്ത്യ തന്നെ യാത്രക്കാരെ കൊള്ളയടിക്കുന്നു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിലും കേന്ദ്ര ഇടപെടൽ കാര്യക്ഷമമല്ല. പ്രവാസി ക്ഷേമത്തിനായി കൺസോർഷ്യം രൂപീകരിക്കണമെന്ന ആവശ്യം കേന്ദ്രം അവഗണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസി സമൂഹത്തെക്കുറിച്ച് യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാരിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ അതീവ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ ആദരിക്കുന്ന സമീപനമാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. കോഴിക്കോട് നടന്ന 5ാം സംസ്ഥാന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റായി PT കുഞ്ഞുമുഹമ്മദിനെയും ജനറൽ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദർ MLAയെയും ട്രഷററായി ബാദുഷാ കടലുണ്ടിയെയും വീണ്ടും തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു.
പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും പ്രോക്സി വോട്ടിനുള്ള അവകാശം കുടുംബാംഗങ്ങൾക്ക് മാത്രമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരിടവേള. കേരള സർക്കാരിന്റെ പ്രവാസി കാര്യക്ഷേമ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ബാംഗ്ലൂർ നോർക്ക റൂട്ട്സ് ഓഫീസ് ശിവാജി നഗറിലെ ഇൻഫൻട്രി റോഡിലുള്ള ജംപ് പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. നോർക്ക ജനറൽ മാനേജർ ഡി ജഗദാഷ് അധ്യക്ഷനായ യോഗത്തിൽ കർണാടക മുൻ മന്ത്രിയും ചീഫ് സെക്രട്ടറിയുമായിരുന്ന ജെ അലക്സാണ്ടർ IAS, MLA NA ഹാരിസ് എന്നിവർ മുഖ്യ അതിഥികളായി. കേരള ലോക്സഭാ അംഗങ്ങളായ C കുഞ്ഞപ്പൻ, RV ആചാരി, A ഗോപിനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അടച്ചുപൂട്ടിയ ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ. ഇതിന്റെ സാധ്യതാ പഠനത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. പാലക്കാട്ടെ കർഷകർക്ക് കൂടി ഗുണം ലഭിക്കുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യമാണ് പരിഗണനയിൽ ഉള്ളത്. ചിറ്റൂർ ഷുഗർ ഫാക്ടറിയുടെ സ്ഥലം ഏറ്റെടുത്ത് പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുന്ന കാര്യം പരിഗണിക്കുന്നതായി ജില്ലാ വ്യവസായ നിക്ഷേപ സംഗമത്തിലാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞത്. പാലക്കാട്ടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില കിട്ടുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. ആദ്യഘട്ട ചർച്ച ഇക്കാര്യത്തിൽ പൂർത്തിയായെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഒരു ചർച്ച നടന്നിട്ടുണ്ട്, KCDCനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. മിക്കവാറും അത് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററും എക്സൈസ് മിനിസ്റ്ററും AK ബാലൻ മിനിസ്റ്ററും ഞങ്ങൾ പാലക്കാട്ടിലെല്ലാവരും കൂടി ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു യോഗം കൂടാൻ തീരുമാനിച്ചു. ചിറ്റൂർ ഷുഗർ ഫാക്ടറി മലബാർ ഡിസ്റ്റിലറിയായി പുനർനാമകരണം ചെയ്തിരുന്നുവെങ്കിലും മദ്യോൽപാദനം ആരംഭിച്ചിരുന്നില്ല. ഇത് ഭക്ഷ്യോൽപാദന കേന്ദ്രമായി മാറ്റിയാൽ കാർഷിക മേഖലയ്ക്ക് കൂടി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.